വെറും 6 മാസം കൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ കേട്ട് ഒരു അംഗീകാരവും ലഭിക്കാത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റ് വെറും ഒരു കടലാസ് കഷ്ണം മാത്രമായി പോകരുത്. PSC UGC അംഗീകാരത്തോടു കൂടി ഒരു കേന്ദ്ര ഗവൺമെന്റ് ഡിഗ്രിയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഏറ്റവും ലളിതമായ പഠന രീതിയിലൂടെ പ്രായപരിധിയില്ലാതെ കേരളത്തിൽ എവിടെയിരുന്നും പരീക്ഷ എഴുതി BA, BCom, DBA, BSW എന്ന കോഴ്സുകളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ. ജോയിൻ നൗ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നമ്മളിപ്പോൾ ഏതൊരു സ്റ്റുഡൻസ് ആണെങ്കിലും അഡ്മിഷൻ എടുക്കുകയാണെങ്കിലും നമുക്ക് ABC ID ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ABC ID ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്കിപ്പോൾ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കിപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ABC ID ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഈ ഒരു ABC ID എന്തിനാണ്, അല്ലെങ്കിൽ എന്താണ് ABC ID എന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പോൾ ഈ ഒരു ABC ID എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ UGCയുടെ പുതിയ നിയമപ്രകാരം ഇപ്പം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണെങ്കിലും അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അവർക്ക് ABC ID ക്രിയേറ്റ് ചെയ്യണമെന്ന് ഉള്ളത് നിർബന്ധമാണ്. അതായത് ഇപ്പോൾ ഏതൊരു കോഴ്സ് പഠിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എങ്ങനെ പഠിക്കുകയാണെങ്കിലും ഇതിപ്പം ഓൺലൈൻ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ടാണെങ്കിലും ഇനിയിപ്പോൾ റെഗുലർ ഡിഗ്രി ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ABC ID ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും നിങ്ങളിപ്പം രജിസ്ട്രേഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഒരു ABC IDയും കൂടി ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്ക് ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ABC ID ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നിർബന്ധമാണ്. ഇപ്പം ഏതൊരു യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിലും ഇപ്പം നിർബന്ധമായിട്ട് പറയുന്ന 2 യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയാണ്, പിന്നെ അതുപോലെ തന്നെ IGNOU യൂണിവേഴ്സിറ്റിയാണ്. ABC ID ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ആധാറും അതുപോലെ തന്നെ മൊബൈൽ നമ്പറോട് ലിങ്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ABC ID ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ വാലിഡിറ്റി, എക്സാംസിനൊക്കെ വാലിഡിറ്റി വരുന്നുണ്ടായിരുന്നു. അതായത് നമുക്കിപ്പോൾ ഒരു കോഴ്സ് ഇപ്പോൾ 3 വർഷത്തെ കോഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു 4 വർഷത്തെ കോഴ്സ് ആയിരിക്കും. ആ ഒരു കോഴ്സ് വാലിഡിറ്റി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സാംസും കാര്യങ്ങളൊന്നും എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ABC ID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എക്സാംസും കാര്യങ്ങളും ക്യാൻസൽ ആവാത്ത രൂപത്തിൽ നിങ്ങൾക്ക് പിന്നീട് അത് എഴുതിയെടുക്കാനും പറ്റും എന്നുള്ളതാണ് ഇതുകൊണ്ട് പറയുന്നത്. ഇനിയിപ്പം നമുക്ക് ക്രെഡിറ്റ് മാർക്ക് കാര്യങ്ങളൊക്കെ ഈ ഒരു ABC ID ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ABC ID നമുക്ക് അതുപോലെ ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് സർവീസും ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ അതല്ല പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമുക്ക് DEB ID എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് IDs വരുന്നുണ്ട്. അപ്പം DEB ID എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. അതുപോലെ ABC ID ഇനി ആരെങ്കിലും ക്രിയേറ്റ് ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ക്രിയേറ്റ് ചെയ്തിരിക്കുക. അപ്പം ഈ ഒരു ABC IDയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്